രാഹുൽ ഈശ്വർ ശബരിമല തന്ത്രി കുടുംബാംഗമാണ്. ശബരിമല സമരം നടക്കുന്ന ഘട്ടത്തിലാണ് രാഹുൽ ഈശ്വറിനെ എല്ലാവരും കണ്ടത്. സംസ്ഥാനത്തെ വിവിധ ദൃശ്യമാധ്യമങ്ങളിൽ അന്തിച്ചർച്ചയിലെ പ്രധാന താരമായിരുന്നു അന്ന് രാഹുൽ ഈശ്വർ. ദേശീയ തലത്തിലും പ്രധാനപ്പെട്ട ടെലിവിഷൻ ചാനലുകളിൽ, ന്യൂസ് ചാനലുകളിലെ ചർച്ചയ്ക്ക് രാഹുൽ ഈശ്വറിനെ കാണാമായിരുന്നു. ശബരിമല സമര വിഷയത്തിൽ സർക്കാർ നിലപാടിന്റെ ശക്തിയുക്തം എതിർത്തുകൊണ്ട് രംഗത്ത് വന്നവരിൽ ഒരാളാണ് രാഹുൽ ഈശ്വർ. പിന്നീട് രാഹുൽ ഈശ്വറിനെ കാണുന്നത് സ്ത്രീ പീഡന കേസുകളിൽ സ്ത്രീ പീഡകർക്ക് അനുകൂലമായി ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടാണ്. അതിനു മുമ്പ് രാഷ്ട്രീയ നിരീക്ഷകൻ, സാമൂഹിക നിരീക്ഷകൻ എന്നൊക്കെ പറഞ്ഞ് മറ്റു വിഷയങ്ങളിലും ഇടപെടാറുണ്ട്, ചാനൽ ചർച്ചകളിൽ കാണാറുണ്ട് രാഹുൽ ഈശ്വറിനെ. പക്ഷെ പ്രമാദമായ സ്ത്രീ പീഡന കേസുകളിലെല്ലാം സ്ത്രീ പീഡകർക്ക് വേണ്ടി രംഗത്തിറങ്ങുന്ന ആളായി പിന്നീട് രാഹുൽ ഈശ്വർ മാറുകയും ചെയ്തു. രാഹുൽ ഈശ്വർ ആദ്യം രംഗത്ത് വന്നത് ദിലീപിന് വേണ്ടിയിട്ടായിരുന്നു. ദിലീപിനെ ന്യായീകരിക്കുന്നതിൽ എല്ലാ ടെലിവിഷൻ ചാനലുകളിലും അന്ന് ഓടി നടന്ന് ന്യായീകരിക്കുന്നതിൽ മുൻപന്തിയിലുണ്ടായിരുന്നു രാഹുൽ ഈശ്വർ. രാഹുൽ ഈശ്വർ മാത്രമാണ് ഒരുപക്ഷെ ദിലീപിന് വേണ്ടി രംഗത്തിറങ്ങിയത്. അതുകൊണ്ട് ചാനലുകൾക്കെല്ലാം രാഹുൽ ഈശ്വറിനെ വേണമായിരുന്നു. കാരണം ചർച്ചയിൽ ദിലീപിന്റെ ഭാഗം പറയുന്ന ആരെങ്കിലും ഒരാൾ വേണ്ടേ, എങ്കിലല്ലേ ചർച്ച കൊഴുക്കുകയുള്ളൂ. ചർച്ച കൊഴുക്കണം, എങ്കിലേ റേറ്റിംഗ് കൂടുകയുള്ളൂ. അങ്ങനെ റേറ്റിംഗ് കൂടാൻ രാഹുൽ ഈശ്വർ ആവശ്യമായി വന്നു അന്ന്. അതുകൊണ്ട് ചാനൽ ചർച്ചകളിൽ ഒരേ സമയം ഒരേ വിഷയത്തിൽ വിവിധ ചാനലുകളിൽ പ്രത്യക്ഷപ്പെടുന്ന ആളായി മാറിയിട്ടുണ്ട് രാഹുൽ ഈശ്വർ. അതെങ്ങനെയെന്ന ചോദ്യം നേരത്തെ ഉയർന്നിരുന്നു. രാഹുൽ ഈശ്വറിന് വേണ്ടി ചർച്ച നേരത്തെ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന അവസ്ഥ പോലും ഉണ്ടായിരുന്നു. അത്രമാത്രം പ്രാധാന്യം അന്ന് രാഹുൽ ഈശ്വറിനെ കിട്ടിയിരുന്നു. രാഹുൽ ഈശ്വറിന് അതുകൊണ്ട് മറ്റെന്തെങ്കിലും ഗുണമുണ്ടായിട്ടോ എന്ന് നമുക്കറിയില്ല. ടെലിവിഷൻ ചർച്ചകളിൽ അന്ന് ദിലീപിന് വേണ്ടി സജീവമായി പങ്കെടുത്ത ആളാണ് രാഹുൽ ഈശ്വർ. അതിനുശേഷം രാഹുൽ ഈശ്വറിനെ പിന്നീട് കണ്ടത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിലുണ്ടായ പ്രശ്നങ്ങളാണ്, വെളിപ്പെടുത്തലുകളാണ്. ആ വെളിപ്പെടുത്തൽ ഘട്ടത്തിലും രാഹുൽ ഈശ്വർ ഹാജരായി സിദ്ദിഖിന് വേണ്ടി അഹോരാത്രം പണിയെടുത്തിരുന്നു രാഹുൽ ഈശ്വർ. ടെലിവിഷൻ ചാനലുകളിൽ നേരത്തെ ദിലീപിന് വേണ്ടി എങ്ങനെയാണോ ഇറങ്ങിയത് അതുപോലെ തന്നെ ഓടി നടന്ന് പണിയെടുക്കുകയായിരുന്നു രാഹുൽ ഈശ്വർ ചെയ്തത്. ചർച്ചകളിൽ സജീവ സാന്നിധ്യമായി മാറി. അപ്പോഴും സ്ത്രീ പീഡകരുടെ ഒപ്പമായിരുന്നു രാഹുൽ ഈശ്വർ. ഇപ്പോഴിതാ കണി റോസും ബോബി ചെമ്മണ്ണൂറും തമ്മിലുള്ള തർക്കത്തിൽ ബോബി ചെമ്മണ്ണൂറിന് വേണ്ടി രാപ്പകലില്ലാതെ പണിയെടുക്കുകയാണ് രാഹുൽ ഈശ്വർ ചെയ്യുന്നത്. കണി റോസിനെ അപ്പുറത്ത് നിർത്തി കണി റോസിന് എതിരായി പരാമർശങ്ങൾ പറയുകയും കണി റോസ് നിങ്ങൾ നല്ല നടിയാണ് എന്ന് പറഞ്ഞ് ആദ്യം കണി റോസിനെ അങ്ങ് പുകഴ്ത്തും. അതിനുശേഷം കണി റോസിനെ കുറിച്ച് വളരെ മോശപ്പെട്ട അഭിപ്രായം പറയുക. ഇതാണ് ഇപ്പോഴത്തെ രീതി. അത് ചാനൽ ചർച്ചകളിൽ മാത്രമല്ല, സോഷ്യൽ മീഡിയയിലും അത് തുടരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. സോഷ്യൽ മീഡിയയിൽ വീഡിയോകളായി സ്വന്തം വീഡിയോകൾ രാഹുൽ ഈശ്വർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം കണ്ട് സഹിക്ക വയ്യാതെയാണ് കഴിഞ്ഞ ദിവസം ഹണി റോസ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. രാഹുൽ ഈശ്വറിന്റെ പേര് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പോസ്റ്റ് ഇടുന്നത്. അതിങ്ങനെയാണ്: ശ്രീ രാഹുൽ ഈശ്വർ, താങ്കളുടെ ഭാഷയുടെ മുകളിൽ ഉള്ള നിയന്ത്രണം കേമം ആണ്. ഒരു വിഷയത്തിൽ ചർച്ച നടക്കുമ്പോൾ രണ്ടു ഭാഗവും ഉണ്ടെങ്കിലേ ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ. അതുകൊണ്ട് തന്നെ രാഹുൽ ഉണ്ടെങ്കിൽ ഒരു പക്ഷത്ത് അതിമനോഹരമായ ഭാഷാ നിയന്ത്രണത്തോടെ രാഹുൽ നിൽക്കും. ചർച്ചകൾക്ക് രാഹുൽ ഈശ്വർ എന്നും ഒരു മുതൽക്കൂട്ടാണ്. സ്ത്രീകൾ എത്ര വലിയ പ്രശ്നം അഡ്രസ് ചെയ്താലും രാഹുൽ ഈശ്വർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അസാമാന്യ ഭാഷാജ്ഞാനം കൊണ്ടും ഭാഷാ നിയന്ത്രണം കൊണ്ടും സ്ത്രീകൾ അഡ്രസ് ചെയ്യുന്ന പ്രശ്നങ്ങളെ നിർവീര്യമാക്കും. അതിനുശേഷം കണി റോസ് പറയുന്നു: പക്ഷേ തന്ത്രി കുടുംബത്തിൽപ്പെട്ട രാഹുൽ ഈശ്വർ ക്ഷേത്രത്തിലെ പൂജാരി ആവാതിരുന്നത് നന്നായി. കാരണം അദ്ദേഹം പൂജാരി ആയിരുന്നു എങ്കിൽ അദ്ദേഹം പൂജാരിയായ ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകൾക്ക് അദ്ദേഹം ഒരു ഡ്രസ് കോഡ് ഉണ്ടാക്കിയേനെ. കാരണം സ്ത്രീകളെ ഏതു വേഷത്തിൽ കണ്ടാലാണ് അദ്ദേഹത്തിന്റെ നിയന്ത്രണം പോകുന്നത് എന്നറിയില്ലല്ലോ. ഭാഷയുടെ കാര്യത്തിൽ ഉള്ള നിയന്ത്രണം അദ്ദേഹത്തിന് സ്ത്രീകളുടെ വസ്ത്രധാരണം കാണുമ്പോൾ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. എപ്പോഴെങ്കിലും താങ്കളുടെ മുന്നിൽ വരേണ്ടി വന്നാൽ ഞാൻ ശ്രദ്ധിച്ചു കൊള്ളാം എന്നാണ് ഹണി റോസ് പറഞ്ഞത്. രാഹുൽ ഈശ്വറിന് എതിരെയുള്ള ഒരു പോസ്റ്റാണ്. ഇത് കണ്ടെങ്കിലും രാഹുൽ ഈശ്വർ പഠിക്കേണ്ടതായിരുന്നു. അതിനെയും ഉപയോഗിക്കാനാണ് രാഹുൽ ഈശ്വർ തയ്യാറായത്. എന്താണോ ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനോട് ചെയ്തത് അത് മറ്റൊരു രൂപത്തിൽ ചെയ്യുകയാണ്. അത് വീണ്ടും ആവർത്തിക്കുകയാണ് രാഹുൽ ഈശ്വർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിനും മറുപടിയുമായി രാഹുൽ ഈശ്വർ വന്നത്. രാഹുൽ ഈശ്വർ അഡ്വക്കേറ്റ് എ ജയശങ്കർ പറഞ്ഞതുപോലെ രാഹുൽ ഈശ്വർ അല്ല, രാഹുൽ ശൈത്താനായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ഈ മറുപടി. ഇങ്ങനെയാണ് രാഹുൽ ഈശ്വറിന്റെ മറുപടി ഹണി റോസിന്: പ്രിയപ്പെട്ട ശ്രീ കുമാരി ഹണി റോസ്, താങ്കളുടെ കലാപ്രവർത്തനങ്ങൾക്കും സിനിമാ കരിയറിനും ബഹുമാനം നേരുന്നു.
ബോയ് ഫ്രണ്ട് എന്ന താങ്കളുടെ ആദ്യ സിനിമയിൽ എൻ്റെ സുഹൃത്ത് നാഷ് ഖാൻ വില്ലനായി അഭിനയിച്ചിരുന്നു. ഖണിയെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായങ്ങളാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. എല്ലാവരിൽ നിന്നും ബഹുമാനത്തോടെയുള്ള ഒരു വിമർശനം ഫീഡ്ബാക്കായി ഇതെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അമ്പലങ്ങളിലും പള്ളികളിലും ഡ്രസ് കോഡ് ഇപ്പോൾ തന്നെ ഉണ്ട് എന്ന കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുന്നു. വിശുദ്ധ വത്തിക്കാനിൽ പോകാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചപ്പോൾ അവിടെയും ഡ്രസ് കോഡ് കാണാൻ ഉള്ള അവസരം എനിക്ക് ലഭിച്ചു. ഭാഷയിൽ എൻ്റെ നിയന്ത്രണത്തെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി അർപ്പിക്കുന്നു. സ്ത്രീ ശരീരം കണ്ടാൽ നിയന്ത്രണം പോകുമോ എന്ന ചോദ്യം താങ്കളുടെ മനസ്സിലെ ദേഷ്യത്തിൽ നിന്ന് വന്നതാണെന്ന് മനസ്സിലാക്കുന്നു. ഖണിക്കെതിരെ ഒരു സ്ത്രീക്കുമെതിരെയുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങളെയും ന്യായീകരിക്കുന്നില്ല. പക്ഷേ ഒരു വലിയ പക്ഷേ താങ്കൾക്കെതിരെയുള്ള വസ്ത്രധാരണത്തിലെ വിമർശനങ്ങൾ കൂടി ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അത് എനിക്ക് നിയന്ത്രണ പ്രശ്നം ഉള്ളത് കൊണ്ടല്ല, പകരം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് തരം ആൾക്കാരുണ്ട്. കുട്ടികൾ, വളർന്നു വരുന്ന പെൺകുട്ടികൾ, പ്രായമായവർ, കുടുംബങ്ങൾ എന്നിവ ഉള്ളത് കൊണ്ടാണ്. ഖണിയെപ്പോലുള്ള കലാകാരികൾ വളർന്നു വരുന്ന പെൺകുട്ടികൾക്ക് നല്ല മാതൃകകളാകണം. അതോടൊപ്പം ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതിന് ബോച്ചയെ 1 വർഷം ജയിലിൽ ഇടണോ എന്നുകൂടി താങ്കൾ ചിന്തിക്കണം. ഖണി ഉന്നയിച്ച പോയിന്റ് മുഖ്യമന്ത്രിയും മാധ്യമങ്ങളുമൊക്കെ ഏറ്റെടുത്തു. ലൈംഗിക ചുവയുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നിരുത്സാഹപ്പെടുത്തണം എന്ന പൊതു നിലപാടിലേക്ക് എല്ലാവരും എത്തിച്ചേർന്നു. കൺഗ്രാറ്റ്സ്. സിനിമയിലും ഇത് ബാധകമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. കലാകാരി എന്ന നിലയിൽ വിമർശനം സ്വീകരിക്കാനും വിശാല മനസ്സോടെ കാര്യങ്ങൾ കാണാനും സാധിക്കട്ടെ. ജനുവരി 10-ന് ഇറങ്ങുന്ന റേച്ചൽ സിനിമയ്ക്ക് ആൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. അവിടെയും രാഹുൽ ശൈത്താനാകുന്നത് നമുക്ക് കാണാം. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ആദ്യ ഭാഗത്ത് ഹണി റോസിനെ വാനോളം പുകഴ്ത്തുകയാണ്. അതിനുശേഷം അവസാനം പറയുന്നു, ഖണിയെ പോലുള്ള കലാകാരികൾ വളർന്നു വരുന്ന പെൺകുട്ടികൾക്ക് നല്ല മാതൃകകളാകണം. അതോടൊപ്പം ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതിന് ബോച്ചയെ 1 വർഷം ജയിലിൽ ഇടണോ എന്നുകൂടി താങ്കൾ ചിന്തിക്കണം എന്ന്. ആരോടൊപ്പമാണ് രാഹുൽ ഈശ്വർ? ആരോടൊപ്പമാണ് രാഹുൽ ഈശ്വർ? ഉത്തരം ഇതിലുണ്ട്, ബോച്ചയോടൊപ്പമാണ്. ബോച്ചയെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രാഹുൽ ഈശ്വർ വളഞ്ഞ് കെട്ടി കാര്യങ്ങൾ പറഞ്ഞു വരുന്നത്. അത് രാഹുൽ ഈശ്വറിന്റെ ഒരു രീതിയാണ്. എല്ലാം അംഗീകരിക്കും, പറയുന്നതെല്ലാം ശരിയാണ്. ആര് പറഞ്ഞു അത് ഞാൻ എതിരാണ് എന്ന്? പക്ഷേ എന്ന് പറഞ്ഞ് അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിന്റെ നിലപാട്, ആരാണോ വേട്ടക്കാരൻ ആ വേട്ടക്കാരനോടൊപ്പം നിൽക്കും. അതാണ് ഈ മറുപടിയിലും നാം കണ്ടത്. രാഹുൽ ഈശ്വർ അല്ല, രാഹുൽ ശൈത്താനാണ് എന്ന അഡ്വക്കേറ്റ് എ ജയശങ്കറിന്റെ അഭിപ്രായം എത്രമാത്രം ശരിയാണ് എന്ന് കൃത്യമായി വെളിപ്പെടുത്തുന്നതാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റും അതിലെ പ്രയോഗങ്ങളും.